ആഗോള വില താഴുമ്പോഴും ഇന്ധനവില കൂട്ടുകയാണ് കേന്ദ്ര സർക്കാർ. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് കൂട്ടിയത്. രണ്ടാഴ്ചക്കിടെ 4 തവണയാണ് പെട്രോളിനും ഡീസലിനും വില കൂട്ടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാവങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് വാരുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മെയ് 15-ന് 3 രൂപ 29 പൈസ, മെയ് 19-ന് 96 പൈസ, മെയ് 23-ന് 94 പൈസ, മെയ് 25-ന് ഇന്ന് കൂട്ടിയത് 2 രൂപ 87 പൈസ. 11 ദിവസം കൊണ്ട് 8 രൂപ 6 പൈസയാണ് രാജ്യത്ത് പെട്രോൾ വില വർദ്ധിപ്പിച്ചത്. ഡീസലിന് 7 രൂപ 80 പൈസയും കൂട്ടി. കേരളത്തിൽ ഡീസലിന്റെ വില 100 കടന്നു. കൊച്ചിയിൽ പെട്രോളിന് 113 രൂപ 48 പൈസ, ഡീസലിന് 102 രൂപ 40 പൈസ. ഡെയിലി ഇങ്ങനെ കൂടി വന്ന വണ്ടി എങ്ങനെ ഓടിക്കാൻ പറ്റും? ബുദ്ധിമുട്ട് തന്നെയാണ്, പറഞ്ഞിട്ട് പന്ത് ചെയ്യാൻ സ്ഥിരമായിട്ട് കൂടെ ബുദ്ധിമുട്ടാണ്. പക്ഷേ കൂടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നികുതി ഇച്ചിരി കുറച്ചാൽ മതിയല്ലോ, ഈ പ്രശ്നം പരിഹരിക്കുമല്ലോ. പെട്രോളിന് വില കൂടുന്നതനുസരിച്ച് അതിന്റെ ചെലവ് വരുമല്ലോ. കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുതലാളിമാരായ സുഹൃത്തുക്കളെ കൂടുതൽ സമ്പന്നരാക്കാൻ ശ്രമിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഇന്ധനവില വർധന അനിവാര്യമെന്നും സംസ്ഥാനങ്ങൾ നികുതി കുറയ്ക്കണമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ മറുപടി നൽകി. പ്രതിസന്ധി തുടർന്നാൽ ഇനിയും ഇന്ധനവില കൂട്ടിയേക്കും. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇനിയും 2-3 രൂപ കൂട്ടിയേക്കും എന്നാണ് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം എണ്ണ കമ്പനികൾക്ക് കനത്ത നഷ്ടം ഇപ്പോഴുമുണ്ട് എന്നാണ് പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ, ദില്ലി.